ഹലോ, എല്ലാവർക്കും സ്വാഗതം. മുടികൊഴിച്ചിലും താരനും കാരണം വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ വിഷമിക്കണ്ട. നമ്മുടെ മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ആയുർവേദത്തിൽ ഒരു കിടിലൻ പരിഹാരമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. താരൻ, പിന്നെ തീരാത്ത മുടികൊഴിച്ചിൽ, മുടിയുടെ ആ ഒരു ഉണങ്ങിയ അവസ്ഥ, ഇതൊക്കെ നമ്മളിൽ ഒരുപാട് പേർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളല്ലേ? സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ആത്മവിശ്വാസത്തെ വരെ ചിലപ്പം ബാധിച്ചെന്നിരിക്കും. പക്ഷെ പേടിക്കണ്ട, ഇതൊരു സിമ്പിൾ പരിഹാരമുണ്ട്. അപ്പോ ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള ഉത്തരം എവിടെയാണെന്നല്ലേ? അത് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായ ആയുർവേദത്തിൽ തന്നെയുണ്ട്. വളരെ ലളിതമായ പക്ഷേ അത്ര തന്നെ ശക്തമായ ഒരു കൂട്ടുപയോഗിച്ച് നമുക്ക് ഈ പ്രശ്നങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ പറയാൻ പോകുന്ന ആ ഒരു മാജിക് ഇൻഗ്രീഡിയന്റ് എന്താണെന്നല്ലേ? അത് വേറൊന്നുമല്ല, ത്രിഫലയാണ്. എന്തുകൊണ്ടാണ് ത്രിഫല മുടിയുടെ ആരോഗ്യത്തിന് ഇത്രയേറെ ഗുണകരമാണെന്ന് പറയുന്നത്? അതിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ത്രിഫലയുടെ ശക്തി അതിലടങ്ങിയിരിക്കുന്ന ചില പ്രത്യേക ഗുണങ്ങളിലാണ്. അതിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പിന്നെ തലയോട്ടിയിലുണ്ടാകാൻ സാധ്യതയുള്ള ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ തലയോട്ടിയെ എപ്പോഴും ക്ലീനായും ഹെൽത്തിയായും വയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നമ്മുടെ മുടിക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? ഒന്നാമത്തെ കാര്യം, ഇത് മുടിയുടെ വേരുകളെ നല്ല സ്ട്രോങ് ആക്കും. അപ്പോൾ മുടി വളർച്ച നല്ല ആരോഗ്യത്തോടെ നടക്കും. പിന്നെ ഇതിന്റെ ആൻറ്റി ഫംഗൽ ഗുണം കാരണം താരനും ചൊറിച്ചിലുമൊക്കെ പതിയെ കുറയും. കൂട്ടത്തിൽ മുടിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ മെച്ചപ്പെടുത്തി നല്ലൊരു തിളക്കം തരാനും ഇത് സഹായിക്കും. ശരി, അപ്പോൾ തിയറിയൊക്കെ മതി. ഇനി നമുക്ക് നേരെ പ്രാക്ടിക്കലിലേക്ക് കടക്കാം. ഈ ഹെയർ പാക്ക് എങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് നോക്കിയാലോ? ഇതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ ത്രിഫല ചൂർണം എടുക്കുക. നിങ്ങളുടെ മുടിയുടെ നീളമനുസരിച്ച് അളവിൽ മാറ്റം വരുത്താം. അതിലേക്ക് ഒരു പേസ്റ്റ് പരുവത്തിൽ കിട്ടാൻ ആവശ്യമായ അത്രയും തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പം മുടി കുറച്ചുകൂടി സോഫ്റ്റ് ആകണം, നല്ലൊരു ഈർപ്പം വേണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് തേനോ ചേർക്കുന്നത് നല്ലതാണ്. ഇനി പറയാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഹെയർ പാക്ക് തലയിൽ മുഴുവനായി ഉപയോഗിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ചർമ്മത്തിന് ഇത് ചേരുന്നുണ്ടോ, എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നറിയാൻ ഒരു പാച്ച് ടെസ്റ്റ് എന്തായാലും ചെയ്യണം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഉപയോഗിക്കേണ്ടതെന്നും നോക്കാം. ത്രിഫലയും തൈരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കുക. നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഈ പാക്ക് ഇടുന്നതിന് തൊട്ടുമുമ്പ് തലയിൽ കുറച്ച് എണ്ണയിട്ട് ഒന്ന് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം ഈ പാക്ക് ആദ്യം തലയോട്ടിയിൽ നന്നായി തേച്ചു പിടിപ്പിക്കുക. പിന്നെ മുടിയുടെ അറ്റം വരെ പുരട്ടുക. എന്നിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ, അത്രയും മതി, വെച്ചേക്കുക. ഒരു പ്രോ ടിപ്പ് പറഞ്ഞു തരാം. ആയുർവേദമനുസരിച്ച് ഇതുപോലുള്ള ഹെയർ പാക്കുകളൊക്കെ ഇട്ട് തല കഴുകാൻ ഏറ്റവും നല്ല സമയം വൈകുന്നേരം 6 മണിക്ക് മുൻപാണ്. അതൊന്ന് ഓർമ്മയിൽ വെച്ചോളൂ. അപ്പോ പാക്ക് ഇട്ടു. ഇനി അതെങ്ങനെ കഴുകിക്കളയണമെന്നതിലും കാര്യമുണ്ട് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 നല്ല വഴികളുണ്ട്. നമുക്കത് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ത്രിഫലയുടെ കഷായം ഉപയോഗിച്ച് തന്നെ കഴുകുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മുടെയെല്ലാം വീട്ടിൽ എളുപ്പത്തിൽ കിട്ടുന്ന പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതാണ്. കഞ്ഞിവെള്ളത്തിൽ മുടിക്ക് വേണ്ട ഒരുപാട് പോഷകങ്ങളുണ്ട്. ഇത് മുടി വളർച്ചയെ നന്നായി സഹായിക്കും. അതോടൊപ്പം വരണ്ട മുടിക്ക് നല്ലൊരു തിളക്കവും മിനുസവുമൊക്കെ കൊടുക്കാനും ഇത് ബെസ്റ്റാണ്. ഇനിയിപ്പോ അയ്യോ, ഈ പാക്കൊക്കെ ഇട്ട് ഇത്രയും നേരം ഇരിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയുന്നവരുണ്ടാവും അല്ലേ? നിങ്ങൾക്കും കൂടിയുണ്ട് ഒരു എളുപ്പവഴി. വളരെ സിമ്പിളാണ്. ഒരു ദിവസം പുളിപ്പിച്ചു വെച്ച കഞ്ഞിവെള്ളം എടുക്കുക. അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ ത്രിഫലപ്പൊടി അങ്ങ് ചേർക്കുക. എന്നിട്ടിത് ഒരു 3-4 മണിക്കൂർ അങ്ങനെ തന്നെ വെച്ചേക്കുക. അതിനുശേഷം ഈ മിശ്രിതം ഉപയോഗിച്ച് തല നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അത്രയുള്ളൂ. കഞ്ഞിവെള്ളത്തിന്റെയും ത്രിഫലയുടെയും ഗുണങ്ങൾ ഒരുമിച്ച് പെട്ടെന്ന് തന്നെ കിട്ടും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. നിങ്ങളുടെ തലയോട്ടെ കുറച്ച് സെൻസിറ്റീവ് ടൈപ്പാണെങ്കിൽ കഞ്ഞിവെള്ളം അതുപോലെ തന്നെ ഉപയോഗിക്കരുത്. 1 കപ്പ് കഞ്ഞിവെള്ളത്തിൽ 2 കപ്പ് സാധാരണ വെള്ളം കൂടി ചേർത്ത് അതിനെ ഒന്ന് നേർപ്പിച്ച ശേഷം ഉപയോഗിക്കുന്നതാണ് എപ്പോഴും സേഫ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എന്തിനാ ഞാനിത് ട്രൈ ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ടോ? പറയാം. ഒന്നാമത്, ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മുടെ അടുത്തുള്ള കടകളിൽ കിട്ടും. പിന്നെ വലിയ കാശ് മുടക്കൊന്നുമില്ല. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നാച്ചുറലാണ്. നമ്മുടെ സാധാരണ മുടി പ്രശ്നങ്ങൾക്ക് നല്ല റിസൾട്ടും തരും. അപ്പോൾ പിന്നെന്തു വേണം? നിങ്ങളുടെ മുടിക്ക് ആവശ്യമായ ഈയൊരു നാച്ചുറൽ കെയർ കൊടുക്കാൻ റെഡിയല്ലേ? എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന ഫലം നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം.